ഡൽഹിയിൽ 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബി.ജെ.പി. ഭരണത്തിൽ ഏറും എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടും എന്നുള്ള സൂചനയാണ് എക്സിറ്റ് പോളുകളിൽ ഉള്ളത്. അതേസമയം കോൺഗ്രസിന് ഒരു തരത്തിലും ഉള്ള മെച്ചപ്പെടൽ ഇല്ല എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഒന്നോ രണ്ടോ ഇടത്ത് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നത്. ബാക്കി എല്ലായിടത്തും ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതാണ്. ഡൽഹി ഭരണമാറ്റത്തിലേക്ക് പോവുകയാണോ? ആപ്പിന്റെ മേധാവിത്വം ഡൽഹിയിൽ അവസാനിക്കുകയാണോ? രണ്ടുപേര് ചർച്ച ചെയ്യുകയാണ്. ശ്രീജിത്ത് പണിക്കർ ചേരുന്നു, വിനോദ് മാത്യു വിൽസൺ ഉണ്ട്, സിബി സത്യനുണ്ട്, ഞങ്ങളുടെ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ER രാഗേഷുമുണ്ട്. രാഗേഷ്, ഇതുവരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകൾ എന്താണ്? ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ. ഇതുവരെയുള്ള എക്സിറ്റ് പോളുകൾ അനുസരിച്ച് ബി.ജെ.പിക്ക് മുൻതൂക്കം നൽകുന്നതാണ്, അല്ലെങ്കിൽ 27 വർഷത്തിന് ശേഷം ബി.ജെ.പി. ഡൽഹിയിൽ അധികാരം പിടിക്കുമെന്ന സൂചന നൽകുന്ന എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ മെട്രിക്സിന്റെ കണക്ക് പ്രകാരം 35 മുതൽ 40 വരെ സീറ്റുകൾ ബി.ജെ.പി. നേടും. അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 36 സീറ്റാണ്. ആം ആദ്മി പാർട്ടി പരമാവധി 37 സീറ്റുകൾ നേടുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് സഭയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. എങ്കിൽ പോലും അതൊരു മുൻതൂക്കം ബി.ജെ.പിക്കാണുള്ളത്. 32 മുതൽ 37 സീറ്റ് വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത്. കോൺഗ്രസ് പരമാവധി 1 സീറ്റ് എന്ന നിലയിലേക്ക് എത്തും. ചാണക്യ വ്യക്തമായ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് നൽകുന്നുണ്ട്. 39 മുതൽ 44 വരെ സീറ്റുകൾ നേടുമ്പോൾ 25 മുതൽ 28 സീറ്റ് വരെയാണ് പരമാവധി നേടാൻ കഴിയുക ആം ആദ്മി പാർട്ടിക്ക്. കോൺഗ്രസ് 2 മുതൽ 3 സീറ്റുകൾ നേടുവരും എന്ന് പറയുന്നു. ഇത് കൂടാതെ JVC അടക്കമുള്ള പോളുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. JVC പറയുന്നത് അവിടെയും ബി.ജെ.പിക്ക് കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. 39 മുതൽ 45 സീറ്റ് വരെയാണ് ബി.ജെ.പിക്ക് പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടി 31 സീറ്റിൽ ഒതുങ്ങും. കോൺഗ്രസിന് 2 സീറ്റാണ് പരമാവധി പ്രവചിക്കുന്നത്, മറ്റുള്ളവർ 1 സീറ്റ് നേടും. പീപ്പിൾസ് പ്ലസ് ഒരു ഏകപക്ഷീയ വിജയം അവിടെ ബി.ജെ.പിക്ക് പ്രവചിക്കുന്നു. അതായത് 51 മുതൽ 60 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം പരമാവധി 19 സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. 10 മുതൽ 19 സീറ്റ് വരെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വി ഡിസൈഡ് ആണ്. അത് പ്രകാരം 49.2% വോട്ട് ഷെയർ നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരം പിടിക്കും. 46 മുതൽ 52 വരെ സീറ്റുകൾ നേടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ പ്രകടനം 18 മുതൽ 23 വരെ സീറ്റുകൾ ഒതുങ്ങും. ബി.ജെ.പി. പക്ഷേ 42% വോട്ട് അവിടെ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ചിലപ്പോൾ ഒറ്റ സീറ്റും ലഭിക്കില്ല, അല്ലെങ്കിൽ 1 സീറ്റിൽ ഒതുങ്ങും. അവരുടെ വോട്ട് ശതമാനം 5% ഒതുങ്ങും എന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അങ്ങനെ വി പ്രിസൈഡ് മാത്രമാണ് ഇതുവരെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. മറ്റു എല്ലാ എക്സിറ്റ് പോളുകളും, പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ബി.ജെ.പിക്കാണ് സാധ്യത പറയുന്നത്, ബി.ജെ.പിക്കാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത്. മഞ്ജുഷ്, പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ഒട്ടുമിക്കതിലും ബി.ജെ.പിക്ക് സാധ്യത പറയുകയാണ്. സാധ്യത എന്ന് പറയുമ്പോൾ അത് പലയിടങ്ങളിലും 50 സീറ്റുകളിൽ കൂടുതൽ നേടാമെന്നുള്ളതാണ്. 36 സീറ്റുകൾ കേവല ഭൂരിപക്ഷം വേണ്ടിടത്താണ് 50-ലേറെ സീറ്റുകൾ പോലും ബി.ജെ.പിക്ക് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്. അതേസമയം 20 സീറ്റിൽ താഴെ പോലും ആം ആദ്മി പാർട്ടി പോകാം എന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയും എക്സിറ്റ് പോളുകളിൽ ഇല്ല. കോൺഗ്രസ് അങ്ങനെയാണ്. ഡൽഹിയിൽ അല്ലാതെയും കോൺഗ്രസിനൊരു പ്രതീക്ഷയുമില്ല. 1 സീറ്റ് കിട്ടിയാൽ അത് ഭാഗ്യം എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അവിടെ പരമാവധി 2 മുതൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസിന് കിട്ടിയേക്കാം എന്നുള്ളതാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് പ്രകാരം 40 മുതൽ 44 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് പറയുന്നുണ്ട്. 1 സീറ്റ് അവിടെ കോൺഗ്രസിന് പറയുന്നുണ്ട്. 25 മുതൽ 29 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടിക്ക് പറയുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ബി.ജെ.പിക്ക് വേണ്ടിയുള്ള ഒരു എക്സിറ്റ് പോൾ എന്നുള്ളതാണ്. ഡൽഹിയിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളോടുള്ള ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രതികരണം, റിയാലിറ്റി, അത് യാഥാർത്ഥ്യം ഇതല്ലായിരിക്കും, അത് 8-ാം തീയതി മനസ്സിലാകും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി സംശയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, നേരത്തെ വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ അവിടെ ഒരു ഭരണമാറ്റം, ഡൽഹിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? മഞ്ജുഷ്, ഈ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് ഇരുന്നിരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ സീറ്റുകൾ കുറഞ്ഞാലും ആം ആദ്മി പാർട്ടി അധികാരം പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അധികാരം നിലനിർത്താനുള്ള ഒരു സാധ്യത.
ഇന്ന് രാവിലെ ഡൽഹിയിലുള്ള ഡൽഹിക്കാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഞാൻ ചോദിച്ചപ്പോൾ 40 മുതൽ 45 സീറ്റ് വരെ കിട്ടി BJP ആയിരിക്കും ഇത്തവണ വരിക എന്ന് പറഞ്ഞു. ഡൽഹിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ അവിശ്വസനീയമായിട്ടാണ് തോന്നിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അതിനെ വിലയിരുത്തുന്നത് കൊണ്ട് നമ്മളൊരു പക്ഷേ മൊത്തത്തിൽ അവിടെയുള്ള വെൽഫെയർ പൊളിറ്റിക്സ് എങ്ങനെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ആൾക്കാർ സ്വീകരിച്ചത്, വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ആൾക്കാർ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ടൊരു ഡിഫറൻഷിയേറ്റിംഗ് വോട്ടിംഗ് പാറ്റേൺ ലോക്സഭയിലേക്കും പിന്നെ അതേപോലെ തന്നെ നിയമസഭയിലേക്കും ഒക്കെ ഉള്ളതിനെ പറ്റി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് കേവലം ഒരു എക്സിറ്റ് പോൾ അല്ല. തന്നെയുമല്ല, ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളിനെ ആരെങ്കിലും സ്വാധീനിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഗുണമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വോട്ട് മുഴുവനും പെട്ടിയിലായതിനു ശേഷം പിന്നീട് ഒരു 2 ദിവസത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നതുകൊണ്ട് പൊളിറ്റിക്കലി യാതൊരു വിധത്തിലുള്ള നേട്ടവും ഒരു പാർട്ടിക്കും ഉണ്ടാകുന്നില്ല. മറിച്ചത് പ്രീ പോൾ സർവേ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതനുസരിച്ച് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ ഇവിടെ പരാമർശിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. PMARKന്റെ ഒരു സർവേ കൂടി ഞാൻ കണ്ടിരുന്നു. PMARKന്റെ സർവേയിൽ 39 മുതൽ 49 സീറ്റ് വരെ BJPക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പോൾ ഓഫ് പോൾസ് എടുത്തു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ഒരു 40 സീറ്റിന് മുകളിലേക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു 40 to 45 സീറ്റ്സ് കിട്ടാനുള്ള ഒരു സാധ്യത BJPക്ക് ഉണ്ട് എന്നാണ് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് സത്യമായിട്ട് വരുമോ അല്ലയോ, ആൾക്കാരെ എത്രത്തോളമാണ് ഈ ഡൽഹി സ്കാം പോലെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് പോലെയുള്ള വിഷയങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രി മാറ്റം എത്ര സ്വാധീനിച്ചിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്വീകാര്യത ഇപ്പോൾ ഉണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. അതിൽ തന്നെ പറയപ്പെടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹത്തിന്റെ സീറ്റിൽ തോൽക്കാനുള്ള ഒരു സാധ്യതയെപ്പറ്റി പോലും ഈ എക്സിറ്റ് പോളുകളുടെ ചർച്ചകളുടെ ഭാഗമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലത്തേക്കുള്ള ഒരു വ്യത്യാസം ഉണ്ടാകാം. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന് വരുന്ന വലിയ തകർച്ച, കോൺഗ്രസിന് തകർച്ച എന്ന് പറയാൻ പറ്റില്ല, വർഷങ്ങളായിട്ട് കോൺഗ്രസ് അങ്ങനെയാണ്. ആം ആദ്മി പാർട്ടി എന്ന് ഡൽഹിയിൽ തേരോട്ടം തുടങ്ങിയോ അന്ന് മുതൽ കോൺഗ്രസിന് അവിടെ ഒരു തകർച്ചയുണ്ട്. അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു, കോൺഗ്രസ് എത്രമാത്രം വോട്ട് കൂടുതൽ നേടുന്നു അത് ആം ആദ്മി പാർട്ടിക്ക് ദോഷമാകുമെന്ന്. മാത്രമല്ല, കോൺഗ്രസിനെ BJPയുടെ B ടീം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ പങ്കാളിയായ ആം ആദ്മി പാർട്ടിയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അവിടെ ഈ തോൽപ്പിക്കുന്നതിൽ ഒരു ഘടകമായി മാറുമോ എന്നുള്ളത് കൂടിയുണ്ടല്ലോ. നിശ്ചയമായി നോക്കൂ, ഈ ഇന്ത്യ സഖ്യം എന്നതിന് ഒരുപക്ഷെ അമിത പ്രാധാന്യമാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുക സ്റ്റേറ്റ് ഇലക്ഷനിൽ. കാരണം അത് ഒരു പരിധിവരെയെങ്കിലും നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നത്, ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ തന്നെ ഒരു വിധത്തിലൊക്കെ അത് പ്രവർത്തിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. സ്റ്റേറ്റ് ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇന്ത്യ സഖ്യം എന്നുള്ളത് വെറും പേരിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സഖ്യത്തിന്റെ എക്സിസ്റ്റൻസ് ഇല്ല. നേരത്തെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒരു സീറ്റ് ഷെയറിംഗ് ധാരണയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ BJP വിരുദ്ധ വോട്ടുകളാണ്. BJP വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാനായിട്ട് ഏത് പാർട്ടി നിന്നാലും അത് BJPക്ക് അത്രത്തോളം സന്തോഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. കാരണം ഒരിക്കലും ഈ വോട്ട് പിടിച്ചുകൊണ്ട് പോയി അക്യൂമുലേറ്റ് ചെയ്തിട്ട് BJP വിരുദ്ധ വോട്ടുകൾ ഒരു പാർട്ടിയിലേക്ക് അക്യൂമുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കതിൽ വിഷമിക്കേണ്ടുന്ന കാര്യമുള്ളൂ. ആം ആദ്മി പാർട്ടി മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് പോലെ BJP അധികാരത്തിലേക്ക് വരികയും ചെയ്താൽ ഒരുപക്ഷെ അതിലെ ഒരു കിങ് മേക്കർ എന്ന് പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസ് തന്നെ ആയേക്കും. കാരണം ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികൾ പല സീറ്റുകളിലും ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നതെങ്കിൽ അവിടെ കോൺഗ്രസ് എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ ഒരു ചേരിയിലേക്ക് പോകുന്നതിന് പകരം അതിനെ ഭിന്നിപ്പിക്കാനായിട്ട് കോൺഗ്രസ് പരിശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു പരാജയത്തിനെ കൂടി സൂചിപ്പിക്കുന്നു. ശരി, അതിന് വിനോദ് മാത്യു വിൽസന്റെ മറുപടി വേണം. വിനോദ്, താങ്കൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ് കോൺഗ്രസും രാഹുലും ചതിയന്മാരായി മാറി എന്നുള്ളത്. വിനോദ് മ്യൂട്ടാണ്. വിനോദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സോറി ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ ഓൺ ചെയ്യുന്നു. കാരണം ചതിന്ന് ഉദ്ദേശിച്ചത് ഇവിടെ സയ്യിദ് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഇപ്പം ഹരിയാനയിൽ മത്സരിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചു. ഇന്നലെ ചൂണ്ടിക്കാണിച്ചു എനിക്ക് എന്നവിടെ അദ്ദേഹം ഇല്ല, നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്ന ആള് ഇന്ന് ചർച്ചയിലില്ല. അതുകൊണ്ട് അദ്ദേഹം പലതവണ പറഞ്ഞു ഗോവയിൽ ഞങ്ങൾ പോയി മത്സരിച്ചു, ഗുജറാത്തിൽ മത്സരിച്ചു, അതുകൊണ്ട് കോൺഗ്രസ് തകർന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ. പക്ഷെ അതിനുശേഷമാണല്ലോ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ ആ ധാരണ പുറത്താണ് മുമ്പോട്ട് പോകുന്നത്. ആ ധാരണയെ അട്ടിമറിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറി. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഉന്നതനായ ഒരു നേതാവ്, ഒരു പ്രതിപക്ഷ സംവിധാനത്തിന്റെ ശ്രേണിയുടെ നേതാവായി നിൽക്കുന്ന, ഇന്ത്യ സഖ്യത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന, അതിനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹം
സാധാരണ ലോക്കൽ വോട്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. നമുക്ക് അവിടെ PCC അധ്യക്ഷന്മാരൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഭരണഘടന എടുത്തു വെച്ചിട്ടാണ് 24 മണിക്കൂർ സംസാരിക്കുകയും ഇതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ശ്രമിക്കുന്നു എന്ന് ആം ആദ്മി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത രാജ്യസഭയിലും ലോക്സഭയിലും സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ്, അതാണല്ലോ സാഹചര്യം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ടി സംസാരിച്ച കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹിയിൽ പോയി കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വേണ്ടി വോട്ട് ചെയ്ത രാഹുൽ ഗാന്ധി ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഡൽഹിയിൽ ഒരിക്കലും അവർ അത്ഭുതം കാണിക്കത്തില്ല. അവരുടെ അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ മത്സരം നോട്ടയോടാണെന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു. അവരുടെ അത്ഭുതം 0-ൽ നിന്ന് 1-2 എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സീറ്റിലേക്ക് ഒരു പിക്ചർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ ഈ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ എല്ലാ അർത്ഥത്തിലും BJPയെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചതിയ പൊളിറ്റിക്കൽ. മറ്റൊരു കാര്യമുണ്ട്, ഒരു തൂക്ക് സഭയിലേക്ക് പോകുമ്പോൾ 1-2 സീറ്റുകൾ കോൺഗ്രസ് നേടിയാൽ പോലും അവരാണ് അവിടുത്തെ ഒരു കറുത്ത കുതിരകളായി വരാൻ പോകുന്നത്. അങ്ങനെയുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ഇവിടെ സംസാരിക്കും, ഇത് പൊളിറ്റിക്സ് ആണല്ലോ. സ്വാഭാവികമായും BJPയെ മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ശ്രീ പണിക്കൊക്കെ പറഞ്ഞതുപോലെ തന്നെ. അല്ല, നിങ്ങൾ അങ്ങനെയല്ല പറയണേ. നിങ്ങൾ പറയുന്നത് BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്നാണ്. BJPയുടെ ഞങ്ങളെ പറ്റി അവരും ആദ്യകാലത്ത് ആം ആദ്മി പാർട്ടി ആദ്യ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ ഭരിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങളെ 24 മണിക്കൂറും ഞങ്ങൾ ഇതിന്റെ B ടീമാണെന്ന് പറഞ്ഞതാണ് കോൺഗ്രസ്സുകാർ. ഇപ്പൊ അവർ തിരിച്ചു പറയുന്നു. അപ്പൊ ഞങ്ങൾ നമ്മൾ ഇപ്പം മഞ്ജുഷനെ പറഞ്ഞു ഓരോ സാഹചര്യത്തിന് ഇലക്ഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 28 സീറ്റിൽ കഴിഞ്ഞ തവണ 22,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ മഞ്ജുഷനെ പറഞ്ഞു രാഷ്ട്രീയ സാഹചര്യം മാറി, അവിടെ BJP ഫൈറ്റ് കൊണ്ടുവന്നു സമ്മതിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തിനാണ് ഇലക്ഷൻ നടക്കുന്നത്, ഏത് സാഹചര്യത്തിൽ ഇലക്ഷൻ നടക്കുന്നത്? BJP എന്ന് പറയുന്ന പാർട്ടി എല്ലാ രീതിയിലും ഒരു പവർ കുറഞ്ഞ ഒരു അധികാര ഒരു ശ്രേണിയിലിരിക്കുന്ന ഡൽഹി ഗവൺമെന്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതാണ് ഇന്നലെയും പാർലമെന്റിലെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ എങ്ങനെയായിരുന്നു, ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ഭരണഘടന അതിനെ ലംഘിക്കുന്നു, ഭരണഘടനാപരമായ അവകാശങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് കേജ്രിവാളും യുദ്ധം ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ കോസിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഇലക്ഷൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കേജ്രിവാൾ കൗശലക്കാരനാണെന്നും കേജ്രിവാൾ മധ്യ അഴിമതി നടത്തിയ ആളാണെന്നും കേജ്രിവാൾ കള്ളനാണെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എത്ര വൃത്തികേടാണ്. എന്താണ് നിങ്ങൾ പോയി യമുനയിലെ വെള്ളം കുടിക്കൂ, ആശുപത്രിയിൽ കാണാൻ വരാം. ഞാനിന്ന് മനസ്സിലാക്കുന്നത് പഞ്ജുഷ് മറ്റൊരു കാര്യമുണ്ട്. ഈ യമുനയിലെ വെള്ളം ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റ് അവിടെ കൂടുതൽ മലിനജലമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ജൽ ബോർഡ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഓൺ ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. പാർലമെന്റിൽ സഞ്ജയ് സിംഗ് ആ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. അപ്പം രാഹുൽ ഗാന്ധി വന്നിട്ട് പറയാണ് നിങ്ങൾ പോയി വെള്ളം കുടിക്കൂ, വെള്ളം കുടിച്ചതിന് ശേഷം ആശുപത്രി കാണാൻ വരാമെന്നൊക്കെ പറയുന്ന ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ ലെവലിലേക്ക് ഇത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഗാന്ധി കുടുംബത്തിന്റെ ഒക്കെ മഹിമ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ മതേതര ജനാധിപത്യ സംവിധാനങ്ങളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന കോൺഗ്രസ്സുകാർ പറയുന്ന സാഹചര്യത്തിൽ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും BJPയുടെ B ടീം എന്ന് പറയുന്നില്ല. ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞു, ഞാൻ ഇന്നലെയും ഈ ചർച്ചയിൽ പറഞ്ഞിങ്ങനെ തന്നെയാണ്. അതായത് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റണം. അതാണ് മോൻ ചത്താനും വേണ്ടിയല്ല മരുമോടെ കണ്ണുനീര് കാണണം. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള പാർട്ടിയാണെന്നുള്ള ആ പക ഉള്ളിൽ വെച്ച് ശരിയാണ് രാകേഷ്. ആ ഒരു കാര്യം അവിടുത്തെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും കാണുന്നില്ലേ? എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നുണ്ടല്ലോ അല്ലെ? കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. BJP 68 സീറ്റുകളേ ഉള്ളൂ അല്ലെ? 2 സീറ്റ് സഖ്യകക്ഷികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുന്നു അല്ലെ? അങ്ങനെയല്ലേ സാഹചര്യം? ഇവിടെ ഇപ്പോൾ ഈ കേജ്രിവാൾ പോലും തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീ പണിക്ക് പറയുന്നുണ്ട്. കാരണം പല ചർച്ചകളിലും അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണോ സാഹചര്യം? കേജ്രിവാളിന് എന്തായാലും മത്സരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, അവിടെ നമ്മൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിതുമായി സംസാരിച്ചു. കാരണം കോൺഗ്രസിൻ്റെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവിടെ എടുക്കുകയാണെങ്കിൽ 5% അല്ലെങ്കിൽ 6% ന്യൂഡൽഹി മണ്ഡലത്തിൽ. അപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് കഴിഞ്ഞ 2 തവണ ഞങ്ങൾക്ക് വളരെ വീക്ക് സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, പരമാവധി കൊള്ളാവുന്ന സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും പരമ്പരാഗത വോട്ടുകൾ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ അവിടെ കോൺഗ്രസ് ചില മണ്ഡലങ്ങളിലെങ്കിലും കണക്ക് കൂട്ടുന്നുണ്ട്. അതായത് അവർക്ക് അടിസ്ഥാനമായി അവിടെ വോട്ടുണ്ട്, പക്ഷേ സംഘടന സംവിധാനത്തിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയിലേക്ക് പോയി എന്നാണല്ലോ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതെ, അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ ആ വോട്ടുകൾ പരമ്പരാഗത വോട്ടുകൾ ഒരു പരിധിവരെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചാൽ അതിന്റെ സ്വാഭാവികമായിട്ട് നഷ്ടം സംഭവിക്കുക ആം ആദ്മി പാർട്ടിക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ നഗരമണ്ഡലങ്ങൾ. കാരണം 2013 കണക്ക് നോക്കുകയാണെങ്കിൽ 28 സീറ്റാണ് ആം ആദ്മി പാർട്ടി നേടിയത്. അതിൽ തന്നെ ആം ആദ്മി പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്ന മേഖല ന്യൂഡൽഹി മേഖലയായിരുന്നു. അതായത്
കേജ്രിവാൾ വിജയിച്ച, ഷീലാ ദീക്ഷിത്തിനെ തോൽപ്പിച്ച ന്യൂഡൽഹിയും അതിനോട് ചുറ്റുകിടക്കുന്ന മണ്ഡലങ്ങളിലാണ് വലിയ മുന്നേറ്റം ആദ്യ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് മറ്റു മേഖലകളിലേക്ക് കൂടി ആം ആദ്മി പാർട്ടി ഭയങ്കരമായി സ്വാധീനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ ഒരു കുറച്ചെങ്കിലും കോൺഗ്രസ് തിരിച്ചു പിടിച്ചാൽ അതിന്റെ നഷ്ടം സ്വാഭാവികമായും കോൺഗ്രസിനായിരിക്കും, ഗുണം BJPക്കാണെന്ന കാര്യത്തിൽ സംശയം. സിബി സത്യൻ കൂടി ചേരുന്നുണ്ട്, മാധ്യമപ്രവർത്തകൻ. സിബി, ഇതിപ്പോൾ സൗജന്യമായ വെള്ളവും വൈദ്യുതിയും ഇതുകൊണ്ട് പോരാ എന്നുള്ളതാണോ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച നേടിയെടുക്കാൻ? ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ 1-2 എണ്ണം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു എഡ്ജ് പറയുന്നത്, ബാക്കിയെല്ലാം BJPക്കാണ്. നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒരു നെക്ക് ടു നെക്ക് തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്രീ പോൾ സർവേകളൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കുറേ കൂടെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനമാണിത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ 100% പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഡൽഹിയുടെ കാര്യത്തിൽ, കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 2013 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ 2013 ആം ആദ്മി പാർട്ടിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് 13 സീറ്റാണ്. അന്ന് ആദ്യമായിട്ടാണ് 28 സീറ്റുകൾ നേടിയിട്ട് ആം ആദ്മി ആദ്യം ഭരണം പിടിക്കുന്നത്. രണ്ടാമത്തെ തവണ തെരഞ്ഞെടുപ്പിൽ 45 സീറ്റാണ് ആം ആദ്മിക്ക് പൊതുവെ പ്രവചിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത്തവണ അവർ 67 സീറ്റ് പിടിച്ചു. മൂന്നാമത്തെ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട്, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രവചനങ്ങൾ വന്നു. ഏതാണ്ട് 62 സീറ്റ് പിടിച്ചിട്ട് അവർ അധികാരത്തിൽ വന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ തവണയും അവർ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് 2013 മുതൽ അവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, 11 വർഷത്തെ ആൻറ്റി ഇൻകംബൻസിയും കൂടെ നിലവിലുണ്ട്. ഇപ്പം നിലവിൽ പൊതുവേ ഈ ആൻറ്റി ഇൻകംബൻസിയെ പ്രോ ഇൻകംബൻസി ആക്കാനുള്ള നീക്കങ്ങളാണ് എല്ലാ സർക്കാരുകളും ഗംഭീരമായിട്ട് നടത്തുന്നത്. സൗജന്യങ്ങൾ അതെ, സൗജന്യങ്ങൾ കുറെ കൂടെ വെൽഫെയർ സിസ്റ്റത്തിൽ കൊണ്ടുവരിക, കുറെ കൂടെ വെൽഫെയർ കൊണ്ടുവരിക. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയിൽ ഓൾറെഡി നല്ല വെൽഫെയർ സ്കീമുകൾ നിലവിലുണ്ട്. കാരണം ഓൾറെഡി അവിടെ ഇലക്ട്രിസിറ്റിയും വെള്ളവും ഒക്കെ പാവപ്പെട്ടവർക്ക് സൗജന്യമാണ്. ഇടത്തരക്കാർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള റെയിലാണ് കിട്ടുന്നത്. അപ്പം അവരുടെയൊക്കെ ബജറ്റുകൾ, അതായത് ആം ആദ്മി പാർട്ടി അവരുടെ എന്താ പറയുന്നത്, ഇലക്ഷൻ മെസ്സേജിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിന് ശരാശരി 25,000 രൂപയുടെ ലാഭം ഡൽഹിയിൽ ഇപ്പം അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനെ മറികടക്കാനാണല്ലോ ബജറ്റിൽ മിഡിൽ ക്ലാസിനും അപ്പർ മിഡിൽ ക്ലാസിനും ഉപകാരപ്രദമായ രീതിയിൽ ആദായ നികുതി ഇളവുകൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലനമാണോ ഈ കാണുന്നത്? അതെ, ആദായ നികുതി ഇളവ് ഒരു വലിയ മാറ്റം പ്രത്യേകിച്ച് മധ്യവർഗ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതായിരുന്നു സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഡൽഹി എന്ന് പറയുന്നത് ഈ മധ്യവർഗ സമൂഹത്തിൻ്റെ ഒരു വലിയ ഏരിയയാണ്, ഒരു വലിയ മേഖലയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വൻതോതിൽ തിങ്ങി പാർക്കുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് അവിടെ സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു തീരുമാനം ഡൽഹി ഇലക്ഷനെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈവൻ ആൾക്കാരെ പറയുന്നുണ്ട്, ഡൽഹിയിൽ പരാജയപ്പെട്ടാൽ ചിലപ്പോൾ റിബേറ്റ് പിൻവലിച്ച് കളയുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. അപ്പം അത്തരമുള്ള എല്ലാ സംഗതികളും നമ്മൾ ഇതിനകത്ത് പരിഗണിക്കണം. പിന്നെ രണ്ടാമത്തെ, ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കുറേ കാലം കഴിയുമ്പോൾ ഈ പ്രോ ഇൻകംബൻസിയുടെ അളവ് കൂട്ടാൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അതിന് അതിൻ്റേതായ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേജ്രിവാളിന് പകരം അവസാനത്തെ 6 മാസങ്ങൾ ഭരിച്ചത് അതീഷിയാണ്. അപ്പോൾ അതീഷിക്ക് എത്ര കണ്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള ശേഷിയുണ്ട്. അതീഷിയുടെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അതീഷിയുടെ പ്രകടനം എത്രമാത്രം ഗംഭീരമായിരുന്നു, എത്രമാത്രം റെലവൻ്റായി എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഒരു വലിയ സംഭവമായിരിക്കും. അതോടൊപ്പം തന്നെ BJP സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ഡൽഹിയുടെ ഇലക്ഷനെ സ്വാധീനിക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. പക്ഷേ അവസാന ഫലം വരുന്നതുവരെ നമുക്ക് എക്സിറ്റ് പോളുകളിനെ 100% വിശ്വസിക്കാനോ തള്ളാനോ കൊള്ളാനോ ഇല്ലാതെ നമ്മൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കും, ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കോൺഗ്രസ് ആം ആദ്മി പാർട്ടി, ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ അലയൻസിൻ്റെ സഖ്യ ചർച്ചകൾ അവർ തുടങ്ങി വെച്ചു. പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഒഫീഷ്യലി 15 വർഷം മുമ്പ് കഴിഞ്ഞ 15 വർഷങ്ങളിൽ ഡൽഹി ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അവിടുന്ന് അവർ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി അവരുടെ മുഴുവൻ വോട്ട് ബാങ്കുകളും കരസ്ഥമാക്കി, ഏതാണ്ട് അവരെ തുടച്ചു നീക്കി. കഴിഞ്ഞ 2 ഇലക്ഷനിലായിട്ട് സംപൂജ്യരായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനകത്ത് 1 സീറ്റ് നേടിയാലും 2 സീറ്റ് നേടിയാലും 3 സീറ്റ് നേടിയാലും ലാഭമാണ്. കാരണം ഒരു ജീർണവൃക്ഷത്തിൽ നിന്ന് പുതിയൊരു പൊട്ടിമുളയ്ക്കുന്നത് പോലെയുള്ള അവസ്ഥ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവർ പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് 2, 3, 4 എത്ര കിട്ടിയാലും ലാഭം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ബ്രോഡറായിട്ട് ചിന്തിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ നിലപാട് സഹായിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം നിലനിൽപ്പിലുള്ള സമരങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസ് 15 വർഷം മുമ്പ് അവിടെ ഭരിച്ചിരുന്ന 11 വർഷം മുമ്പ് അവിടെ ഭരിച്ചിരുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് കംപ്ലീറ്റായിട്ട് അവരുടെ സ്റ്റേക്ക് ഒഴിവാക്കിക്കൊണ്ട് അവിടെ മത്സരിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല.
കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ മിഷനറി തകരുകയും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവർ മത്സരിക്കുക എന്നുള്ളത് അവരുടെ ന്യായമായ അവകാശമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു അരവിന്ദ് കെജ്രിവാൾ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഒരു സഖ്യത്തിലേക്ക് ഇതിനെ നയിക്കണമായിരുന്നു എന്നുള്ള ഒരു പോയിന്റ് കൂടി മുന്നോട്ട് വയ്ക്കാനുണ്ട്. ശരി, പക്ഷേ ശ്രീജിത്ത് പണിക്കർ, താങ്കൾ വരുന്നതിന് മുൻപ് ഇവിടെ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെയും അവസാന നിമിഷങ്ങളിലുമൊക്കെ കേസുകൾ വരികയായിരുന്നല്ലോ. അതുപോലെ തന്നെ അതീഷിയുടെ ഓഫീസിലെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നത് അതൊക്കെ പോലീസിന്റെ ഒരു ഒളിച്ചുകളി എന്നുള്ള രീതിയിലാണ്. എങ്ങനെയും ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ഏത് കളിയും കളിക്കുവാനാണ് അവിടെ BJP തയ്യാറായി നിന്നിരുന്നത്. ഈ എക്സിറ്റ് പോൾ പോലും അതിന്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ അവർ കാണുന്നുള്ളൂ. അല്ല, നോക്കൂ, ഇതിൽ ഒരു കാര്യം മഞ്ജുഷ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നതോ ഗൗരവ് എന്നതോ പേരുള്ള ഒരു ആളിനെ അറസ്റ്റ് ചെയ്തുവെന്നും ആതിഷിയുടെ പേഴ്സണൽ സെക്രട്ടറിയോ മറ്റോ ആയിട്ടുള്ള പങ്കജുമായിട്ട് അദ്ദേഹം ചില മെസ്സേജുകൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള ചില വാർത്തകൾ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ ആ പണം ഏതോ ഒരു നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ചില വിശദീകരണങ്ങളും ഒക്കെ കണ്ടു. ഞാൻ പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേന്നൊക്കെ തന്നെ അങ്ങനെ നടക്കുന്ന ഒരു വിഷയം ആൾക്കാരെ അത്രത്തോളം ഒരു ഭൂരിപക്ഷം കൊടുക്കുന്നതിലേക്ക് ഈ എക്സിറ്റ് പോൾ കാണിക്കുന്നത് ശരിയാണെങ്കിൽ, ആ നിലയ്ക്ക് സ്വാധീനിക്കുമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാരെ സ്വാധീനിക്കേണ്ടത് ഏത് വിഷയമാണ്? ഡൽഹി ലിക്കർ സ്കാം തന്നെയാണ്. കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ മാത്രമേ ആൾക്കാർക്ക് പ്രബുദ്ധതയുള്ളൂ, മറ്റു വിഷയങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പിന്നെ ഇപ്പോൾ ആരോപണങ്ങൾ രണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജംഗ്പുരയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മനീഷ് സിസോദിയ തന്നെയാണ് അവിടെ വന്നിട്ട് BJP-ക്കാർ പണം കൊടുത്തു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം പറയുന്നത്. ഇത് ജംഗ്പുരയിലാണ്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പം സീലാംപൂരിൽ വന്നിട്ട് ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ വന്ന് അവിടെ കള്ളവോട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് BJP-ആണ്. പോലീസ് അവിടെ ഇടപെട്ടിട്ട് പറഞ്ഞത് എന്താണ്? ഈ രണ്ട് ആരോപണങ്ങളിലും കാര്യമായിട്ടൊന്നുമില്ല. ഈ പറയുന്ന പോലെ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖയില്ല. പിന്നെ ഈ ബുർഖ ധരിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുടെ പേരൊന്നാണ്, ഒരേ ഷെയർഡ് അഡ്രസ്സിലാണ് അവർ താമസിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാ സമയത്തും കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരുന്നതാണ്. പക്ഷെ ഞാൻ കരുതുന്ന അതല്ല. ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഇത്തവണ ഒരു വലിയ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള കാരണം അന്വേഷിച്ച് നമ്മൾ എങ്ങും പോകേണ്ടുന്ന കാര്യമില്ല. കാരണം ഈ പാർട്ടി അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന വ്യക്തിയൊക്കെ തന്നെ അധികാരത്തിലേക്ക് വരുന്നത് എന്തിൻ്റെ പേരിലാണ്? അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അഴിമതിയുടെ പേരിൽ അവരെ അഴിമതി വിരുദ്ധർ എന്ന രീതിയിലേക്ക് കണ്ടുകൊണ്ട് അവരെ അധികാരം ഏൽപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന അതേ ജനതയ്ക്ക് അവർ കളങ്കത്തിൽപ്പെട്ട് നിൽക്കുകയാണ് എങ്കിൽ, ആരോപിതരായി നിൽക്കുകയാണ് എങ്കിൽ, അവരെ വോട്ട് കൊടുത്ത് മറ്റുള്ള പാർട്ടികളെ ജയിപ്പിക്കുന്നതിനുള്ള ഒരു ചോയ്സും അവർക്കുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ എത്ര എണ്ണം തെളിയിക്കാനായിട്ട് സാധിച്ചു? ഇപ്പോൾ റോബർട്ട് വാദ്രയ്ക്കെതിരെ ഞാൻ നാളെ തെളിവ് പുറത്തുവിടും, മറ്റന്നാൾ തെളിവ് പുറത്തുവിടും എന്നൊക്കെ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന അരവിന്ദ് കെജ്രിവാൾ അതിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയോ അതിനെ സത്യസന്ധമായി ഫോളോ അപ്പ് ചെയ്യുകയോ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതും ആരോപണങ്ങളാണ്. ഇന്ന് അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നതും ആരോപണങ്ങളാണ്. ഇന്ന് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഒരുപക്ഷെ കോടതിയിൽ ഇരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് തുടർ നടപടികൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഡൽഹിയിൽ ഇല്ലാതെയായി പോയെന്ന് ആലോചിച്ച് നോക്കുക. 3 ടേം 15 വർഷം അടുപ്പിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്നതാണ്. ഷീലാ ദീക്ഷിത് ഇന്ത്യയിലെ തന്നെ നല്ലതായി പെർഫോം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയുമായിരുന്നതാണ്. അവിടെ നിന്ന് അടുത്ത 3 ടേമുകളിലേക്ക് അവർക്ക് ഒരുപക്ഷെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലും നിയമസഭയിൽ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള അവർ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട അഴിമതി വിരുദ്ധ ആരോപണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ അഴിമതി എന്ന് പറയുന്നത് BJP-യുടെ സ്റ്റേറ്റിലെ അഴിമതി മാത്രമല്ല, അവർ UPA സർക്കാരായി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കോൺഗ്രസിൻ്റെ, BJP-യുടെ അല്ല കോൺഗ്രസിൻ്റെ അഴിമതി ആരോപണങ്ങൾ കൂടി അവിടെ വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് അതേ സാഹചര്യം തിരിച്ച് ആം ആദ്മി പാർട്ടി നേരിടുകയാണ് എങ്കിൽ അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്ന ചില രാഷ്ട്രീയ ധാർമ്മികതകൾ ഇന്ന് അദ്ദേഹത്തിന് തന്നെ ബാധകമാകേണ്ടതാണ്. ഇവിടെ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേവല രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിലത്തേക്ക് ഈ ലിക്കർ സ്കാമിനെ പറയാനായിട്ട് കഴിയില്ല. കാരണം രണ്ട് പ്രബലരായിട്ടുള്ള എതിർ കക്ഷികൾ അവരോട് പറയുന്നത് ഇതേ ആരോപണമാണ്. ഈ രണ്ടുപേരും അതിൽ നിന്ന് ഇവർക്ക് ഒഴിവ് നൽകുന്നില്ല. ഈ ആരോപണം തന്നെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. കാരണം ആദ്യത്തെ ഡേറ്റിൽ തന്നെ പത്രസമ്മേളനം നടത്തിയതും പിന്നീട് അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ തന്നെ കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതും ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അജയ് മാക്കന്റെ പഴയ പത്രസമ്മേളനം. അതിൽ നിന്ന് കോൺഗ്രസ് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടുമില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇങ്ങനെയല്ല BJP പ്രവർത്തിക്കേണ്ടത്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഡൽഹി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് അവരും പ്ലേറ്റ് മാറ്റി.
അപ്പോൾ അവരുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന BJP ആണെങ്കിലും ലോക്സഭയിലൊക്കെ അടക്കം അവരോടൊപ്പം നിന്നിരുന്ന കോൺഗ്രസ് ആണെങ്കിലും ഒരേ കാര്യം തന്നെ അവരോട് ശരിയാണ്. അപ്പോൾ അതിന്റെ വിശ്വസനീയത കൂടുമല്ലോ ആരോപിക്കും. വിനോദ് മാത്യു വിൽസൺ, അപ്പോൾ അതിന്റെ വിശ്വസനീയത കൂടുമല്ലോ. നിങ്ങൾക്കൊപ്പം നിന്ന കോൺഗ്രസ് തന്നെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പറയുന്നു കേജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് അതായിരിക്കുമല്ലോ, പ്രതിഫലിച്ചത് അതായിരിക്കുമല്ലോ ഈ മദ്യനയവും അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റും മനീഷ് സിസോദിയയുടെയും. അതിൽ തന്നെ അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞുള്ളൂ, ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ വിശ്വസിക്കുകയും അതിൽ ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇതിനകത്ത് കൂടുതൽ ചർച്ചകൾക്കോ അല്ലെങ്കിൽ കൂടുതൽ വിശകലനങ്ങൾക്കോ ഒന്നും പ്രസക്തി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കേജ്രിവാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞാൻ അധികാരം വിട്ടൊഴിഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരുന്നു, ഞാൻ അഴിമതിക്കാരനാണെന്ന് തീവ്രവാദിയാണെന്ന് എനിക്കെതിരെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, ഞാൻ നിങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുക്കൂ, ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ മാറും. ഇങ്ങനെയല്ല അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കാനാണ് ഒരു ആം ആദ്മി പ്രവർത്തകൻ എന്ന നിലയിൽ കേജ്രിവാൾ ജനങ്ങൾ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. കാരണം അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരാൾക്ക് മേലാണ് ഈ കരുനിഴൽ വന്ന് പതിച്ചത്. ഇപ്പം അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ശ്രീത് പണിക്കർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് അല്ലേ? എന്താ പറഞ്ഞത്? ചോയ്സ് ഉണ്ട്, ജനത്തിന്റെ ചോയ്സ് അല്ലേ ഇത്? ജനത്തിന്റെ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വോയിസ് അല്ലേ, അവരുടെ ചോയ്സ് അല്ലേ? അതിനെ അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നല്ല ഞാൻ അംഗീകരിക്കേണ്ട, കേജ്രിവാൾ അംഗീകരിക്കേണ്ട. ഇത് തോറ്റു കഴിഞ്ഞ ഉടനെ പിന്നെ തോൽവി അതോടുകൂടി തീരാൻ പോകുന്നു അല്ലല്ലോ. ഭഗത് സിംഗ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, ആശയങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, വ്യക്തികളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. ആശയങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞില്ല, 2 പകലൂടെ കഴിഞ്ഞാൽ കാര്യം വ്യക്തമാകും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും കോൺഫിഡൻസിൽ ഇരിക്കുന്നതും ഗ്രൗണ്ട് വർക്കിനെ പറ്റി പറഞ്ഞു, ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ട് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 4 ദിവസം ഡൽഹിയിൽ പോയി അറിയാവുന്ന ഹിന്ദിയിലൊക്കെ സംസാരിച്ച് അവിടെ നിന്നൊരു മനുഷ്യനാണ്. ഞാനവിടെ മനസ്സിലാക്കിയതെന്ന് പറയുന്നത്, പിന്നെ ഇന്ന് തന്നെ പല വിഷ്വൽസ് വന്നല്ലോ, രാവിലെ തൊട്ട് ആം ആദ്മി പാർട്ടിയുടെ ബൂത്തുകളിൽ ജനത്തിരക്കും BJPയുടെ ബൂത്തിൽ തിരക്കും ഞാൻ പല വിഷ്വൽസ് കണ്ടതൊന്നും ഞാൻ കണ്ടില്ല. ഈ പെട്ടെന്ന് ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാറുന്നു, എങ്ങനെ ഈ പറഞ്ഞ എക്സിറ്റ്, ഇപ്പൊ ഞാൻ മഞ്ജുഷ് സംസാരിച്ചത് 3 എക്സിറ്റ് പോളുകൾ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയക്കാം. ഞാനത് നോക്കിയപ്പോഴാണ് എന്റെ വീഡിയോ കട്ടായത്. അതിൽ 48 മുതൽ 52 സീറ്റുകൾ വരെ ആം ആദ്മി കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. 3 എക്സിറ്റ് പോളുകൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ വന്ന എക്സിറ്റ് പോളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരട്ടെ. ഇത് ഈ 2 ദിവസം സംസാരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് മാത്രം വിശ്വസിക്കുന്നു. നമ്മൾ ഹരിയാന തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത്, എക്സിറ്റ് പോൾ കണ്ടത്, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആത്യന്തികമായി വിശ്വസിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെയാണ്, അവരുടെ വോട്ടിംഗ് പാറ്റേണിനെയാണ്. ഡൽഹിയിലെ ജനത എന്ന് പറയുന്നത് അത്ര മണ്ടന്മാരൊന്നുമല്ല. അവരെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച പോലെ കൃത്യമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടത്തും. ആം ആദ്മി അങ്ങ് തോറ്റുപോയി കഴിഞ്ഞാൽ ഉടനെ വന്നിരുന്ന് പിറ്റേ ദിവസം മുതൽ പിന്നെ വോട്ട് അതൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ അത്തരമൊരു രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളുമല്ല. ഞാൻ സുതാര്യമായ ജനത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയമാണ്. കോൺഫിഡൻസ് ഉണ്ട്, സത്യസന്ധമായ രാഷ്ട്രീയം വിജയിക്കും തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? BJP അവരുടെ എല്ലാ മെഷീനറിയും ഉപയോഗിച്ച്, അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണ്ടേ. BJPക്ക് ഡു ഓർ ഡൈ ഗെയിം എന്നാണ് മഞ്ജുഷ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. BJPക്ക് ഡു ഓർ ഡൈ ഗെയിം എന്താണ്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് എന്താണ് ഡു ഓർ ഡൈ ഗെയിം? ഒരു ഡു ഓർ ഡൈ ഗെയിമും ഇല്ല. ഡൽഹി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം ഡൽഹി പിടിക്കുക എന്നുള്ളത് BJPയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അല്ല മഞ്ജുഷ, അവിടെ BJPക്കാർ തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, രസമുള്ള സ്റ്റേറ്റ്മെന്റ്. ഓട്ടോക്കാരോടൊക്കെ നമ്മൾ ചോദിക്കും, ഞാൻ ഈ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ചോദിക്കും അവരോട്, കാരണം നമുക്ക് അറിയാനുള്ള കൗതുകം കൊണ്ട്. അപ്പൊ അവര് പറയുന്നത് ഡൽഹിയിൽ മോദിയും ഭരിക്കട്ടെ, ഡൽഹിയിൽ കേജ്രിവാളും ഭരിക്കട്ടെ എന്ന് പറയുന്നവരാണ്. ഡൽഹി പക്ഷേ BJP അങ്ങനെയല്ല. BJPയുടെ നിലപാട് ഇരട്ട എഞ്ചിൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ മനുഷ്യൻ അങ്ങനെയാണ് മനസ്സിലായി. ഇവിടെ സ്റ്റേറ്റിൽ കേജ്രിവാൾ ഭരിക്കട്ടെ, സെൻട്രൽ നരേന്ദ്രമോദിയും ഭരിക്കട്ടെ, ഈ 2 ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്ന വളരെ ബുദ്ധിപരമായ തീരുമാനമെടുക്കുന്ന ജനതയാണ് ഡൽഹി ജനത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേജ്രിവാൾ കൃത്യമായി പറഞ്ഞു, രാജിവെച്ചിട്ട് പറഞ്ഞെന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരുന്നു, നിങ്ങൾക്ക് എന്നെ തെരഞ്ഞെടുക്കാം, ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയുന്നു, അങ്ങനെയാണ് നിങ്ങൾ ഇലക്ഷനിൽ അത് ആ മാൻഡേറ്റ് കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം. ശരിയാണ് രാകേഷ്, അങ്ങനെ ഡൽഹിയിലെ ജനങ്ങൾ അങ്ങനെ കരുതുന്നവരുമാണല്ലോ. കാരണം ഈ സൗജന്യങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ആം ആദ്മി പാർട്ടി തന്നെ ഭരിക്കട്ടെ, കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തട്ടെ. ഇപ്പോൾ താൽക്കാലികമായിട്ട് അധീഷിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറി എന്നുള്ളതാണല്ലോ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്തു. ആ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വിനോദ് മാത്യു വിൽസൺ പറയുന്നത്. അങ്ങനെയാണോ? ആം ആദ്മി പാർട്ടിക്ക് പ്രചാരണ ഘട്ടത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ആദ്യഘട്ടത്തിൽ, ഈ പ്രചാരണം തുടങ്ങുന്ന ഘട്ടത്തിലൊക്കെ ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ ഈ ജയിലിൽ നിന്നിറങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. അന്ന് BJPയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ
എന്ന് പറയുന്നത് അഴിമതി, മദ്യനയ അഴിമതി, ഒപ്പം തന്നെ ശീഷ് മഹൽ വിവാദം, ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് BJP ഉന്നയിച്ചത്. തുടർന്ന് പിന്നീട് കേജ്രിവാൾ കളം പിടിക്കുന്ന ഒരു സാഹചര്യം ഡൽഹിയിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങളിൽ പോകുമ്പോൾ ഈ കേജ്രിവാൾ ഈ അധികാരത്തിൽ, കേജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ഇപ്പോഴുള്ള ഇളവുകൾ ഒഴിവാക്കും എന്നാണ് കേജ്രിവാൾ ഈ ഏറ്റവും അവസാന ദിവസം അദ്ദേഹം നടത്തിയ റാലി എന്ന് പറയുന്നത്. അതിഷിയുടെ റോഡ് ഷോ, അതിഷിക്കൊപ്പം കൽക്കാജി മണ്ഡലത്തിൽ റോഡ് ഷോ, അന്ന് പോലും വോട്ടർമാരോട് അദ്ദേഹം ചോദിക്കുന്നത് ഈ ഇളവുകൾ, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഒഴിവാക്കും, ഒപ്പം തന്നെ വൈദ്യുതി, വെള്ളം, ഇതൊക്കെ ഒഴിവാക്കും എന്ന് പറഞ്ഞാണ് കേജ്രിവാൾ ക്യാമ്പയിൻ. പക്ഷേ ആളുകൾ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് കേജ്രിവാളിനെ സ്വീകരിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോൾ പോലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ നടക്കുന്ന സൂചന അനുസരിച്ച് ഡൽഹി യഥാർത്ഥത്തിൽ ഒരു മധ്യവർഗ സമൂഹം കൂടുതലുള്ളതാണ്. ഡൽഹിയുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 67% മധ്യവർഗമാണ്. അപ്പോൾ ഈ മധ്യവർഗ വോട്ടുകൾ എങ്ങനെ പോകുമെന്നുള്ളതാണ്. അതിൽ തന്നെ ഈ മധ്യവർഗ 67% തന്നെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് നികുതി അടയ്ക്കുന്നവരാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് നിർണായകമാണ്. കാരണം കേജ്രിവാൾ അധികാരം പിടിക്കുന്നത് മധ്യവർഗത്തെ കയ്യിലെടുത്തുകൊണ്ടാണ്. അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന നിലയിലൊക്കെ, സമരത്തിൻ്റെ മുഖം എന്ന നിലയിലൊക്കെ കേജ്രിവാൾ കടന്നു വരുന്നത്. പിന്നീട് 2013 12 രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു, 13 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതിനുശേഷം പിന്നീട് കേജ്രിവാളിൻ്റെ വോട്ട് ബേസ് യഥാർത്ഥത്തിൽ മധ്യവർഗത്തിനൊപ്പം തന്നെ ഈ അടിസ്ഥാന വർഗത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചൂലാണ്. വാൽമീകി സമുദായത്തിന്റെ വലിയ പിന്തുണ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ പിന്നോക്ക വോട്ടുകൾ വിഭാഗത്തെ ഒക്കെ തന്നെ കയ്യിലെടുത്തുകൊണ്ടാണ് കേജ്രിവാൾ ഉള്ളത്. ഇതിനെ ആം ആദ്മി പാർട്ടി കൗണ്ടർ ചെയ്യുന്നത് ഇപ്പോൾ ഈ മധ്യവർഗം, അതുപോലെ തന്നെ അപ്പർ മിഡിൽ ക്ലാസ്, ഇവരുടെ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈ ബജറ്റിലെ ഈ ഇളവുകൾ കാരണമെന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത് അവരൊന്നുമല്ല, അടിസ്ഥാന വർഗമാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആരാണ് മുഖ്യമന്ത്രി എന്നോ ആരാണ് മത്സരിക്കുന്നത് എന്നോ ഏത് പാർട്ടിയാണോ എന്ന് പോലും നോക്കില്ല. ആ ചൂൽ എന്ന ചിഹ്നത്തിൽ അവർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? അത് വിനോദ്, ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനത് തൊട്ടുമുമ്പ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറഞ്ഞാണ്, ഇവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഇനി എന്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അതിനെ ക്ഷമിച്ചുകളാം. ഞാൻ ചോദിക്കുന്നത്, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട ഒരു സാധനമാണല്ലോ, അതിനകത്ത് 12 ലക്ഷം വരെ ആദായ നികുതി ഇല്ല എന്ന് പറയുന്നു. അതിനെയും പിൻവലിക്കാൻ കഴിയില്ലല്ലോ. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ BJP ഇതങ്ങ് പിൻവലിക്കും എന്നൊരു വോട്ടർ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കിട്ടുന്ന മനുഷ്യര് ഇവിടെ സേഫ് സോണിൽ നിൽക്കുകയാണ്. വെള്ളം, വൈദ്യുതി, ക്ലിനിക്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പൊ ഇത് രണ്ടും ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഡൽഹിക്കാർക്ക് ഇല്ലെന്നാണോ പിന്നെ നമ്മൾ വിശ്വസിക്കുന്നത്? എന്റെ ഒരു സ്വാഭാവിക സംശയമാണ്. അതായത് ഇരട്ട എഞ്ചിൻ വേണ്ട, രണ്ട് എഞ്ചിനുകളായിട്ട് വർക്ക് ചെയ്താൽ മതിയെന്ന് അല്ലേ? ഈ ഇരട്ട എഞ്ചിനാണ് കഴിഞ്ഞ 2 ടൈമിലും ഡൽഹി ഭരിച്ചത്. ഡൽഹി അപ്പോഴും BJP ഇരട്ട എഞ്ചിൻ പറഞ്ഞായിരുന്നല്ലോ, ഒറ്റ എഞ്ചിൻ എല്ലാം ശരിയാക്കി ഓടിക്കാൻ. അപ്പോഴും ഇരട്ട എഞ്ചിൻ തന്നെയാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ ഇരട്ട എഞ്ചിൻ മാറ്റി ഒറ്റ എഞ്ചിനിലേക്ക് പോകേണ്ട സാധ്യത എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എല്ലാ ചർച്ചകളും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം അതാണ്. എന്റെ ചോദ്യത്തിന് പിന്നെ എന്താ പറയാ, അതിനകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നരേഷൻ എന്തുകൊണ്ട് വരുന്നില്ല? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്ന പോലെ ഇപ്പോൾ 2 സൗജന്യങ്ങളും ഞങ്ങൾക്ക് ഉള്ളതാണല്ലോ, അപ്പോൾ എന്തിനാണ് ഒരു സൗജന്യത്തെ കൈവിട്ട് കളയുന്നത് എന്ന് അങ്ങനെ ഡൽഹിക്കാർ ചിന്തിച്ച് അങ്ങനെ ഒരു മണ്ടന്മാരല്ലല്ലോ എന്ന്. മഞ്ജുഷ, അതിനകത്ത് 1-2 സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഈ ആം ആദ്മി പാർട്ടി രംഗത്തേക്ക് വരുന്ന ഒരു കാലം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അണ്ണാ ഹസാരയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ടാണ് അവർ വരുന്നത്. അന്ന് AAP ഉണ്ടാക്കിയ ആ ഒരു മൂവ്മെൻറ്റ്, അണ്ണാ ഹസാരെ തുടങ്ങി വെക്കുകയും പിന്നീട് കേജ്രിവാൾ ഏറ്റെടുക്കുകയും ചെയ്ത ആ വലിയ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായത് പിന്നീട് BJP ആണ്. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP അധികാരത്തിൽ വരാൻ സഹായിച്ച ഏറ്റവും വലിയ നീക്കങ്ങളിലൊന്ന് അഴിമതിക്കെതിരെ രാജ്യവ്യാപകമായിട്ടുണ്ടായ ഒരു വലിയ മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് ആ CAGയുടെ റിപ്പോർട്ട്, 1 ലക്ഷം കോടിയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ CAG റിപ്പോർട്ടുകൾ അടക്കമുള്ള എക്സാജറേറ്റഡ് റിപ്പോർട്ടുകൾ അടക്കമുള്ളവ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു വലിയ സമരം നടക്കുന്നതും അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ മധ്യവർഗം, ഇന്ത്യയിലെ ടെക്കുകൾ, ഇന്ത്യയിലെ യുവാക്കളെല്ലാം രംഗത്ത് വന്നിട്ട് അഴിമതിക്കെതിരെയുള്ളൊരു വലിയ മുന്നേറ്റമായിട്ട് അണ്ണാ ഹസാരയുടെ സമരം മാറുന്നതും അതിനുശേഷം ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നതും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ, ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ എടുത്തു നോക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കൃത്യമായ ഒരു ഐഡിയോളജി ഉണ്ട്. ഇപ്പോൾ CPM-നുണ്ട്, കോൺഗ്രസിനുണ്ട്, BJP-ക്കുണ്ട്. പക്ഷേ നിങ്ങൾ ആം ആദ്മി പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഐഡിയോളജി ഒരു മുദ്രാവാക്യമാണ്, അല്ലാതെ ഒരു വലിയ അതായത് അഴിമതിക്കെതിരെ പടപുരുതാൻ വന്നൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് അത് കാണപ്പെടുന്നത്. അപ്പോൾ അഴിമതിക്കെതിരെ എന്ന് പറയുന്ന ആ ഒരൊറ്റ മുദ്രാവാക്യത്തെ, അതായത് ഒരു പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷനാണത്. അപ്പോൾ ഇവിടെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നൊരു മുദ്രാവാക്യത്തെ അതിനെ ഈ BJP ആയാലും കോൺഗ്രസ് ആയാലും കൗണ്ടർ ചെയ്തൊരു രീതി നമ്മൾ ശ്രദ്ധിക്കണം. അവർ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഈ അഴിമതിക്കെതിരെ എന്ന പ്രതിച്ഛായയെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളയുക എന്നുള്ളതാണ്. അവരുടെ മുഖ്യമന്ത്രിയെ, അവരുടെ ഉപമുഖ്യമന്ത്രിയെയും ജയിലിലാക്കി. അതായത് അഴിമതി കേസിലാണ് ജയിലിലാക്കുന്നത്.
അങ്ങനെ ഈ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഴിമതിക്കെതിരെ രംഗത്ത് വന്നിട്ട് കഴിഞ്ഞ 2 ടേമായിട്ട് ഡൽഹി ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അടക്കം ജയിലിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് BJP നടത്തിയത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ നിരപരാധിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഗൂഢാലോചനയുടെ ഇരയായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ, സാധാരണക്കാരനായ മനുഷ്യൻ്റെ മനസ്സിൽ AAPയും പൈസ വാങ്ങും, AAPയും അഴിമതിക്കാരാണ് എന്ന് പറയുന്നൊരു സന്ദേശം കടത്തിവിടാൻ ഈ സംഭവത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കഴിഞ്ഞ ലോക്സഭയിലെ ആ സഖ്യകക്ഷിയായ കോൺഗ്രസ് അടക്കമുള്ളവർ മദ്യനയത്തിനകത്ത് അഴിമതി ഉണ്ട് എന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇതേ അഴിമതിക്കെതിരെ രംഗത്ത് വന്ന് ഇതേ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇതേ കോൺഗ്രസിനെ തുടച്ചു നീക്കിക്കൊണ്ട് അവിടെ അധികാരത്തിൽ വന്നവരാണ്. അപ്പം ഈ ആം ആദ്മി പാർട്ടിയും തങ്ങളുമായിട്ട് അന്ന് ആരോപണ വിധേയരായ തങ്ങളുമായിട്ട് വലിയ വ്യത്യാസമില്ല എന്ന് ജനങ്ങൾക്ക് മുന്നോട്ട് കാണിച്ചു കൊടുക്കേണ്ട കോൺഗ്രസിൻ്റെയും കൂടി രാഷ്ട്രീയപരമായ ആവശ്യമാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണോ രംഗത്ത് വന്നത്, ഇവർ പറഞ്ഞ മുന്നോട്ട് വെച്ച അഴിമതിയില്ലായ്മ എന്ന് പറയുന്ന ഒരു കള്ളക്കഥയാണ്. അങ്ങനെ സംഭവമില്ല. നോക്കൂ, ഞങ്ങളവരുടെ മുഖ്യമന്ത്രിയെ അകത്താക്കി, ഞങ്ങളവരുടെ ഉപമുഖ്യമന്ത്രിയെ അകത്താക്കി. നിങ്ങൾ ഈ പറയുന്ന അഴിമതിയില്ലായ്മയുടെ ഒരു കഥകളും ഇവിടെ അവശേഷിക്കുന്നില്ല. ഇവരും ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ എല്ലാ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനെ പോലെ തന്നെ കറപ്റ്റാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് വളരെ സമർത്ഥമായിട്ട് ചില്ലുകൊട്ടാരം എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയും ആ നറേറ്റീവ് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വളരെ സസൂക്ഷ്മം പൊളിറ്റിക്സ് പഠിക്കാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിലകത്തായി, മനോജ് സിസോദിയ അഴിമതി കേസിൽ 1.5 വർഷം ജയിലിൽ കിടന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. അപ്പോൾ ആ നറേറ്റീവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ BJP വലിയ തോതിൽ വിജയിച്ചു. മാത്രമല്ല മഞ്ജുഷ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ, അതായത് ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ഈ മദ്യനയ അഴിമതിയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. കാരണം ഇതിന് മുൻപുണ്ടായിരുന്ന 2 മുഖ്യമന്ത്രിമാരും പുറത്തായത്, അല്ലെങ്കിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് രാജ്യം തന്നെ ചർച്ച ചെയ്ത പല വിഷയങ്ങളാണ്. ഇപ്പോൾ സുഷമ സ്വരാജ് 98 പുറത്തു പോകുന്നത്, അന്ന് ഉള്ളി വില വർധന, അത് ഡൽഹിയിലടക്കം ഉത്തരേന്ത്യയിലടക്കം വലിയ ചർച്ചയായിരുന്നു. അങ്ങനെയാണ് BJPക്ക് ഭരണം പോകുന്നത്. ഷീല ദീക്ഷിത് ഡൽഹി കണ്ട മികച്ച മുഖ്യമന്ത്രിമാരുള്ള ഒരാളായിരുന്നു. മെട്രോ അടക്കം അങ്ങനെ പല നഗരത്തിന്റെ മുഖച്ഛായ ചെയ്തവരാണ്. പക്ഷേ UPA സർക്കാരിനെ, 2ാം UPA സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2G സ്പെക്ട്ര അഴിമതി, ഒപ്പം തന്നെ നിർഭയ സംഭവം, ഇതൊക്കെ വലിയ രീതിയിൽ അവിടെ പോലീസ് പറയുമ്പോൾ ഡൽഹിയുടെ സർക്കാരിന് കീഴിലല്ല എങ്കിൽ പോലും നിർഭയ സംഭവം ഒക്കെ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്താണ്. ആ വിഷയത്തിന് തൊട്ട് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഭരണം പോയി. ഇപ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടിയും ഈ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ മദ്യനയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ എഫക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കത് ആ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് വേണം. അതായത് അഴിമതിക്കെതിരെ കുരിശുയുദ്ധവുമായി രംഗത്തെത്തിയ അരവിന്ദ് കെജ്രിവാളും സംഘവും അഴിമതിക്കാരാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമായിരിക്കും. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ വിനോദ് മാത്യു വിൽസൺ, അതിനകത്ത് ഒരു പോയിന്റ് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് മഞ്ജുഷ്, നമ്മളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുമൂലം സത്യമാകണമെന്നില്ല. കാരണം ജനതയ്ക്ക് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഡൽഹിക്കാരുടെ ശരാശരി ജീവിത ചെലവിനകത്തൊരു വലിയ കുറവ് കൊണ്ടുവരാൻ ഈ സർക്കാരിനായിട്ടുണ്ട്. അതായത് മൊത്തം ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. വലിയ ടാക്സും കാര്യങ്ങളും അല്ല, മറിച്ച് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സന്ദർഭം. അപ്പോൾ അതിന് ജനം വോട്ട് ചെയ്യുമോ എന്നുള്ളത് വേറെ വലിയ സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ജനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരവരുടെ കംഫർട്ടിന് വേണ്ടി, അവരവരുടെ ജീവിത സുരക്ഷത്തിന് വേണ്ടിയിട്ട്, അവരുടെ ചെലവ് കുറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് പോളുകളെല്ലാം ഈ പറഞ്ഞ തകിടം മറിയുകയും. ശ്രീജിത്ത്, അത് അങ്ങനെ വരികയാണെങ്കിൽ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞതുപോലെയാണല്ലോ, എന്തിനാണ് ഈ നിലവിലുള്ള ഈ സ്റ്റാറ്റസ് കോ എന്തിനാണ് മാറ്റുന്നത്? അത് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഡൽഹിയിലെന്ന്. അല്ല ശ്രീ മഞ്ജുഷ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഒരു ഔട്ട്സൈഡ് ചാൻസ് ഇവിടെ സ്റ്റിൽ ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്നത്. ഔട്ട്സൈഡ് ചാൻസ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഇപ്പോൾ ഒരു 10 എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നതിൽ ആവറേജ് നമ്മൾ നോക്കിയാൽ, ഒരു പോൾ ഓഫ് പോൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് 41-ഉം ആം ആദ്മി പാർട്ടിക്ക് 29-ഉമാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഒരു ആവറേജ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു സീ വോട്ടർ അല്ലെങ്കിൽ ആക്സിസിൻ്റെ ഇതൊക്കെ വരാനിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് BJP അധികാരത്തിൽ വരണം. പക്ഷേ ഞാൻ സ്റ്റിൽ ഒരു ഔട്ട്സൈഡ് ചാൻസ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും കാണുന്നതിൻ്റെ കാരണം, അവർ ഓൺ ദ ഗ്രൗണ്ട് ഡെലിവറി ചെയ്തവരാണ്. അപ്പോൾ ഡെലിവറൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, കഴിഞ്ഞ 10-11 വർഷമായിട്ട് നിങ്ങളത് നടപ്പാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് വെൽഫെയർ പൊളിറ്റിക്സും ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ഞാൻ പറയാം.
നേരത്തെ ഉണ്ടായിരുന്ന പല സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പോയി മുന്നിൽ നിന്ന് BJPയുടെ പ്രചരണം നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണ്, ഈ ഫ്രീ ബി പൊളിറ്റിക്സിന് നമ്മൾ എതിരാവണം എന്നാണ്. ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് റേവ്ഡി കൾച്ചറാണ്, നമുക്കത് പാടില്ല. പകരം നമുക്ക് ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവേണൻസ് ആണ് വരേണ്ടത്, അല്ലാതെ എല്ലാത്തിനും സൗജന്യം കൊടുക്കുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ആ വിഷയത്തിൽ നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ അവർ ജയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന സ്ഥലത്താണെങ്കിലും അവരുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, അതേപോലെ ഡൽഹിയിലും അവരുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ഒരുപക്ഷെ വോട്ടർമാർ, ഡൽഹിയിലെ വോട്ടർമാരടക്കം ഓൺ ദ ഗ്രൗണ്ട് ഡെലിവറി നടത്തിയിരിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് അറിയുമ്പോൾ തന്നെ ഒരുപക്ഷെ BJPയുടെ ആ ഒരു ഷിഫ്റ്റ് ഉണ്ട്, അവരുടെ നയങ്ങളിലുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ റേവ്ഡി കൾച്ചറിനെ പറ്റി പ്രധാനമന്ത്രി പറയുന്നില്ല, പകരം അവരുടെ ഇലക്ട്രൽ പ്രോമിസിൽ പറയുന്നത് എന്താണ്, 2100 രൂപ നേരത്തെ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ 2500 രൂപയായിട്ട് BJP പറയുന്നു. അതായത് ആം ആദ്മി പാർട്ടി പറയുന്നതിനേക്കാൾ 400 രൂപ കൂടുതൽ തരാം എന്ന് പറയുന്നു. കോൺഗ്രസ് തന്നെ അത് മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ 3000 രൂപ എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാഗ്ദാനം വെക്കുന്നു. എന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ പാർട്ടികളെയും ഇതിൽ നിന്ന് മാറി വെൽഫെയർ പൊളിറ്റിക്സ് ആണ് ഇനി വേണ്ടത് എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടാക്സിലെ സൗജന്യം, അതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇളവുകൾ, അതേപോലെ ഡൽഹിയിൽ ഇപ്പോൾ വന്നിട്ട് അവർ പ്രഖ്യാപിക്കുന്ന ഇളവുകൾ, ഒരു പക്ഷേ ഈ ഒരു ട്രെൻഡ് തുടർന്ന് പോകണമെങ്കിൽ, അധികാരം കിട്ടണമെങ്കിൽ ഇത് നടപ്പാക്കാനായിട്ട് BJP പ്രഷേർഡ് ആയിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എങ്കിൽ അവർക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ആം ആദ്മി പാർട്ടി ഡെലിവറി ചെയ്തു, അതുകൊണ്ട് തന്നെയാണ് BJP നയം മാറ്റിയത്. അവർ കൂടുതലായിട്ട് നമുക്ക് നൽകും, 2100-നപ്പുറം 2500 പ്രോമിസ് ചെയ്താൽ BJP ആയതുകൊണ്ട് അത് കിട്ടിയേ പറ്റുകയുള്ളൂ. കാരണം അത് അവരുടെ ഇലക്ട്രൽ പ്രോമിസാണ്, എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. മറ്റേതൊരു പാർട്ടിയും പറയുന്നത് പോലെ അല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൾക്കാർക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ഔട്ട്സൈഡ് ചാൻസ് ഉണ്ട്. അത് ഞാൻ സ്റ്റിൽ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് സാധാരണയുള്ള ഒരു സൈക്കോളജി. അല്ലാതെ വെറും വാഗ്ദാനമായി നിൽക്കുന്ന ഒരു കാര്യത്തിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഒപ്പം നിന്ന കോൺഗ്രസ് തന്നെ ഇത് പറഞ്ഞു. തന്നെയുമല്ല, ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ ജനം എന്നോടൊപ്പം നിൽക്കും എന്നാണ്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ജയിക്കും, ജനം എന്നോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ട് അതിന് ലോക്സഭാ ഇലക്ഷനിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനോട് നേരത്തെ ഉണ്ടായിരുന്ന അതേ താല്പര്യം ഇപ്പോൾ ആൾക്കാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. കാരണം മുമ്പുണ്ടായിരുന്ന ഈ 10 വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള സിറ്റുവേഷൻ അല്ല. കാരണം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യ നയത്തിൽ പ്രശ്നമുണ്ട്, അതിൽ അഴിമതി എന്നത് അല്പം മുമ്പ് പറഞ്ഞതുപോലെ ആൾക്കാരെല്ലാവർക്കും ആം ആദ്മി പാർട്ടിയും മറ്റേതൊരു പാർട്ടിയും പോലെ തന്നെയാണ്, അവർക്കും അഴിമതി നടത്താം, അവരിലും ടൈൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ടാകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനറൽ ചിന്ത ആൾക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിൽ, പ്രത്യേകിച്ച് ക്യാപിറ്റൽ അവിടെ ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ജയിൽവാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അധികാരം ആദ്യം മാറാനായിട്ട് തയ്യാറായില്ല എന്നുള്ളത് വലിയ നെഗറ്റിവിറ്റി ഉണ്ടാക്കിയതാണ്. പിന്നീട് മുഖ്യമന്ത്രി മാറേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. മന്ത്രിമാർ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതാണ്. തന്നെയുമല്ല, ഈ ലിക്കർ സ്കാമിനെ കൃത്യമായി പ്രതിരോധിക്കാനായിട്ട് ആം ആദ്മി പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പല സമയത്ത് കോടതികളിൽ നിന്ന് വന്നിരുന്ന കേവലം വാക്കുകൊണ്ടുള്ള പരാമർശങ്ങളല്ല, മറിച്ച് റിട്ടേൺ ആയിട്ടുള്ള ജഡ്ജ്മെന്റുകളിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് മറ്റുള്ള ആൾക്കാരോട് അവരുടെ പൊസിഷൻ വിശദീകരിക്കുന്നതിൽ കുറേയധികം അവരെ ബാക്ക് ഫുട്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി വരുന്ന സമയത്ത് അവർ ഒരു പാർട്ടിയെയും ഒപ്പം ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ല അവർ പറഞ്ഞത്. അവർ നിന്നിരുന്നത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിന്റെ പേരിലാണ്. അന്ന് അവർ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന പാർട്ടി BJP ആയിരുന്നില്ല, കോൺഗ്രസ് ആയിരുന്നു. ഇന്ന് അന്നുണ്ടായിരുന്ന അതേ കോൺഗ്രസിന്റെ സീനിയർ ലീഡർഷിപ്പ് ഉള്ളപ്പോൾ അവരോടൊപ്പം വേദി പങ്കിടുന്നതിനും അവരോടൊപ്പം സീറ്റ് ഷെയർ ചെയ്യുന്നതിനും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനും അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ ബുദ്ധിമുട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അധികാരത്തിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ ടോപ്പ് ലീഡർഷിപ്പ്, നേരത്തെ അഴിമതി നടത്തിയെന്ന് നിങ്ങൾ ആരോപിക്കുന്ന അതേ ടോപ്പ് ലീഡർഷിപ്പിനോടൊപ്പം നിങ്ങൾക്ക് വേദി പങ്കിടുകയും രാഷ്ട്രീയം പങ്കിടുകയും സഖ്യത്തിലേക്ക് ഏർപ്പെടുകയും ഒക്കെ ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്കൽ ധാർമ്മികതയുടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ ധാർമ്മികതയുടെ ചോദ്യം ഒരുപക്ഷെ BJP അഡ്രസ്സ് ചെയ്യേണ്ടതല്ല, കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല. പക്ഷേ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ്. അപ്പോൾ അവർ ആ പറഞ്ഞിരുന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരെയൊക്കെ കറപ്ഷൻ നടത്തിയെന്നതിൻ്റെ പേരിൽ എതിർത്തോ അവരോടൊപ്പം തന്നെ നിങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഒപ്പം ചേർത്ത് നിർത്തി ഞങ്ങൾ ഒന്നിച്ചാണ് എന്നുള്ള സന്ദേശം ഈ ആൾക്കാരിലേക്ക് കൊടുത്തത് കേജ്രിവാളാണ്. പക്ഷേ കോൺഗ്രസ് അത് തിരിച്ചു കൊടുത്തില്ല.
ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടേണ്ടുന്നതിൻ്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് കോൺഗ്രസ് അത് ചെയ്യുകയും ആ സമയത്ത് അവർ മദ്യനയത്തിനെ പറ്റി സംസാരിച്ചില്ല എന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വന്നപ്പോഴേക്കും കോൺഗ്രസിന്റെ കംപ്ലീറ്റ് മിഷനറി അവിടെ ഈ ലിക്കർ സ്കാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ, അരവിന്ദ് കെജ്രിവാളിനെതിരെ ക്യാമ്പയിൻ നയിക്കുകയാണ്. അവരുടെ ദേശീയ നേതാക്കളടക്കം അതിനെക്കുറിച്ച് പറയുകയാണ്. എന്ന് വെച്ചാൽ ആർക്കാണോ നിങ്ങൾ ട്രസ്റ്റ് കൊടുത്തത് ആ ട്രസ്റ്റ് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആ അർത്ഥത്തിലായിരിക്കാം ശ്രീ വിനോദ് അല്പം മുമ്പ് കോൺഗ്രസ് അവരെ ചതിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത്. പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. പക്ഷെ ആൾക്കാരുടെ കണ്ണിൽ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കണ്ണിൽ ഇത് എങ്ങനെയാണ് അവർ കാണുക? ശരിയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ അതിനുള്ള മറുപടി, കാരണം ആം ആദ്മി പാർട്ടി ജനങ്ങളെ ചതിക്കുകയായിരുന്നുവല്ലോ, അതല്ലാതെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ ചതിച്ചു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളതെന്നാണ് മൈൻഡ് ബ്രിങ്ക് അതുപോലെ തന്നെ വി പ്രിസൈഡ് ഈ രണ്ട് എക്സിറ്റ് പോളുകളുമാണ് ആം ആദ്മി പാർട്ടിക്ക് എഡ്ജ് പ്രവചിക്കുന്നത്, കേവല ഭൂരിപക്ഷം പ്രവചിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ എക്സിറ്റ് പോളുകളും അല്ലെ, വ്യത്യാസമില്ലല്ലോ, ബാക്കിയുള്ള എല്ലാ എക്സിറ്റ് പോളുകളിലും BJP മുന്നിൽ എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുവരെ 10 എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇത്രയും വലിയൊരു എഡ്ജ് BJPക്ക് ഡൽഹിയിൽ കിട്ടുന്നത്. ശ്രീ വിനോദ് മാത്യു വിൽസൺ മറുപടി ശ്രീ പണിക്കർ പറഞ്ഞതിന്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ശ്രീബി ആണെന്ന് തോന്നുന്നു അദ്ദേഹം സംസാരിച്ച ഒരു കാര്യം മറുപടി കൂടെ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ വലിയ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തെ പറ്റി പറയുന്നു, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഒക്കെ പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം രസകരമായി തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, AI വന്നു കഴിഞ്ഞാൽ സോഷ്യലിസം തഴച്ചു വളരുമെന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞു AI വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നശിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രത്യയശാസ്ത്രം കാലഹരണപ്പെട്ടതാണ്. ജനഹിതം അനുസരിച്ച് തിരുത്തലുകൾക്ക് വിധേയമായി സ്പോണ്ടേനിയസ് ആയി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയാണ് യുവജനങ്ങൾ ഇപ്പോൾ കൂടുതൽ സ്വീകരിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എന്നോ എഴുതി വെച്ചിട്ട് പ്രത്യയശാസ്ത്രം നെഞ്ചോട് വെച്ചിട്ട് പുതിയതായിട്ട് വരുന്ന എല്ലാ രീതികളെയും അതിൽ എന്ത് നിലപാട് പോലും എടുക്കണം എന്നറിയാത്ത പാർട്ടികളുള്ള സ്ഥലത്ത് ആം ആദ്മി പാർട്ടി ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഇവിടെ അദ്ദേഹം തിരുത്തലുകൾക്ക് വിധേയമാകപ്പെടാൻ സാധ്യതയുള്ളൊരു നേതാവാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും അങ്ങനെയാണ്, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് ജനം ഒരിക്കലും അവരെ ഇവിടെ ഇപ്പം ശ്രീ പണിക്കരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ അഴിമതി ആരോപണമാണല്ലോ, അതൊരു ആരോപണമാണ്, കേസ് നടക്കുന്നു. അപ്പൊ ഇവിടെ എന്റെ നിരീക്ഷണമാണ് കേട്ടോ, അത് ശരിയാകാം, അത് സാധ്യത മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ വിശ്വാസം എന്ന് പറയുന്നത്, തമ്മിൽ ഭേദം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏതാണ് ഭേദം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇപ്പം ഡൽഹിയിൽ കോൺഗ്രസും BJPയും പിന്നെ ആം ആദ്മിയും മത്സരിക്കുന്നു. അവിടെ ഏതാണ് ഭേദം? ഞങ്ങളുടെ ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിൽ കൊടുത്ത് കാണിച്ചതാണ്. BJPയും കോൺഗ്രസും നിരവധി തവണ ചോദിച്ചു ഇതെങ്ങനെ കൊടുക്കും. നമ്മൾ കണ്ടതല്ലേ, കാരണം ഫ്രീ പൊളിറ്റിക്സിനെ പറ്റി ഇത് മുഴുവൻ ഫ്രീ കൊടുത്ത് ജനങ്ങളെ പിന്നെ മോശക്കാരാക്കുക എന്ന് പറഞ്ഞ കോൺഗ്രസ് കർണാടക ഇലക്ഷൻ വന്ന സമയത്ത് എന്താ ചെയ്തത്? ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക ഡൽഹിയിൽ എന്തായിരുന്നു, അത് കോപ്പി പേസ്റ്റ് ചെയ്താണ് കർണാടകയിൽ ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് അതവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കർണാടകയിൽ ഈ പറയുന്ന സൗജന്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഭരണനിർവഹണത്തിലൂടെ അഴിമതിയുടെ തോത് കുറയ്ക്കുകയും പദ്ധതികൾ, നമുക്ക് ഡൽഹിയിൽ ഏതാണ്ട് 9 ഫ്ലൈ ഓവറുകളാണ് എസ്റ്റിമേറ്റഡ് ടൈമിന് മുമ്പ് പണി തീർക്കുകയും എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ കുറവ് പൈസ ഉപയോഗിച്ച് പണി തീർക്കുകയും ചെയ്ത സ്റ്റേറ്റ്മെന്റ്, കാര്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. അപ്പൊ ആ രീതിയിൽ ഭരണനിർവഹണ സുതാര്യതയിലൂടെയാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നതും അത് ജനങ്ങൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അതിനെല്ലാം കളങ്കമായിട്ട് മദ്യനയം വരികയും ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് അതുമായിട്ട് കൂട്ടിയോജിക്കാൻ കഴിയില്ല. ലോക്സഭാ ഇലക്ഷൻ നമ്മൾ എപ്പോൾ പരിശോധിച്ചാലും ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴും ലോക്സഭാ ഇലക്ഷൻ അവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അതങ്ങനെയാണ്. ആ പൊളിറ്റിക്സ്, ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതെന്റെ വ്യക്തിപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ പറയാൻ മാത്രം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസുമായിട്ട് ലോക്സഭാ ഇലക്ഷനിൽ സന്ധി ചെയ്തത്, അലയൻസ് വന്നത്, അവിടുത്തെ ആം ആദ്മി പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവർ അതിനെ സ്വീകരിച്ചില്ല. വ്യക്തിപരമായി അതിനോട് അന്ന് നിന്നും യോജിപ്പുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. കാരണം കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു തകർച്ചയിലേക്കുള്ള വഴി തുറക്കലാണോ ഈ പറയുന്ന കോൺഗ്രസുമായിട്ടുള്ള ആ സന്ധി ചെയ്യൽ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അടുത്ത ദിവസം തീരുമാനിക്കപ്പെടേണ്ടതാണ്. അടുത്ത ദിവസം അതിന്റെ ചർച്ചകൾ രൂപപ്പെടേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോഴും ആ പറയുന്ന ഒരു അലയൻസ്, കോൺഗ്രസുമായിട്ടൊരു അലയൻസ് എന്ന് പറയുന്നത്
ഒരു തരത്തിൽ അത് സാധാരണ പാർട്ടി പ്രവർത്തകരെ, ഇപ്പൊ മുകൾ തട്ടിലൊക്കെ നമുക്ക് ഈ അലയൻസ് പറയാം, കൈ കൊടുക്കാം, പിരിയാം, ചായ കുടിക്കാം, നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷെ സാധാരണ മനുഷ്യൻ വലിയ പ്രതീക്ഷയോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെ കണ്ട് കോൺഗ്രസിന്റെ അഴിമതിയിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവര് മോശക്കാരാണെന്ന് പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം അവിടെ കോൺഗ്രസുമായി സന്ധി ചെയ്തത് അവിടുത്തെ പ്രവർത്തകർ ആം ആദ്മി പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. വസ്തുത തന്നെയാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സീറ്റ് കിട്ടാതെ പോയെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ആ ഒരു ലിക്കർ സ്കാമിനെ വെച്ചിട്ട് അല്ലെങ്കിൽ അതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ തീർന്നു എന്ന് ഡൽഹിക്കാർ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അവർ പറയുന്നത് അതെല്ലാം ശരി തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, എന്തെങ്കിലും ഒരു സാധ്യത ഇതിനകത്ത് ഉണ്ടാവുന്നൊക്കെ വിശ്വസിക്കുന്നവരവിടെ. പക്ഷെ അവർ പറയുന്നത്, അപ്പോഴും പറയുന്നത് കേജ്രിവാൾ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ആളാണ്, കേജ്രിവാളിൽ പ്രതീക്ഷയുണ്ട്, ഇതൊരു ഒരു 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 രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ ഭാഗമായ കേസായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. അത് മറ്റ് അഴിമതി കാണിച്ചിട്ടല്ല, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി പണം കൊണ്ടുപോയിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ സുഖ സൗകര്യങ്ങൾ സംവിധാനം ഒരുക്കിയിട്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് അവിടെ വെൽഫെയർ പൊളിറ്റിക്സ്, ആ നാട്ടിൽ കടം വാങ്ങിച്ചിട്ടല്ല ഈ ഫ്രീ ബി കൊടുക്കുന്നത്, എവിടെന്തെങ്കിലും ബാങ്കിൽ നിന്ന് ADB കോടിക്കണക്കിന് രൂപ കടമെടുത്തിട്ടല്ല കൊടുക്കുന്നത്. സുതാര്യമായ ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി ഡൽഹി മാറി. കൺട്രോൾ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ വലിയ മിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷയുള്ള ഒരു സംസ്ഥാനമായി ഡൽഹിയെ മാറ്റി എന്നുള്ളത് സത്യമല്ലേ? അപ്പൊ അവിടെ അവർ ആ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ നരേഷിൽ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഡൽഹി മദ്യനയ അഴിമതി കേസ് അതോടുകൂടി കേജ്രിവാൾ അഴിമതിക്കാരനായി, ഇതോടുകൂടി ഇയാള് എന്നേക്കും ഒഴിവാക്കപ്പെടേണ്ട ആളാണ്. ഇനി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇദ്ദേഹത്തിന് ഒരു സ്പേസും ഇല്ല എന്ന് കരുതുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു 45-ന് മുകളിലൊക്കെ സീറ്റ് നേടി കൃത്യമായിട്ടുള്ള കാരണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും വർഷം ഭരിച്ചൊരു പാർട്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആന്റി ഇൻകംബൻസി ഫാക്ടർ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ 3 ടൈമിൽ ഭരിക്കുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പോലും കൃത്യമായ മാൻഡേറ്റോടുകൂടി, കൃത്യമായ കേവല ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹിയിൽ വീണ്ടും ആം ആദ്മി പാർട്ടി ഭരണത്തിലേറും തന്നെയാണ് വിശ്വസിക്കുന്നത്. സിബി, ഒരു കാര്യം ഇവിടെ ഇപ്പോൾ വിനോദ് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസുമായിട്ട് നടത്തിയ ആ ഒരു സന്ധി ചെയ്യലുണ്ടല്ലോ, അത് അബദ്ധമായി പോയി എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ഞാനതിന് ഒരു തർക്കത്തിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിശാല സഖ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിരുന്നു. ആ വിശാല സഖ്യത്തിൽ കേജ്രിവാളിനെ അടക്കം അകത്താക്കിയപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, AAP അടക്കം പൂർണ്ണ മനസ്സോടെ 100% സജ്ജരായിട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് കടന്നു വന്നത് കേജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടിയാണ്. അപ്പോൾ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെ സഹായം AAPക്ക് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ട മറ്റൊരു കാര്യം. അല്ലാതെ ഇത് കേവലമായിട്ട് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് AAP മുന്നോട്ട് വരികയും കോൺഗ്രസുമായിട്ടൊരു സഖ്യം ചെയ്യുകയും ചെയ്തു എന്ന തലത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ കാണരുത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ച് നിന്ന് എതിർത്തത് BJP കൈയടക്കാൻ ശ്രമിക്കുന്ന, മൃഗീയ ഭൂരിപക്ഷത്തിൽ കൈയടക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ചില സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയ എതിരാളികളെ കേസിൽ കൊടുക്കുകയും ജയിലിലടക്കുകയും മുഖ്യമന്ത്രിമാരെ അടക്കം ജയിലിലടക്കാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു വരിക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. ഇപ്പം ശ്രീ വിനോദ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിന് മാത്രം ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവർക്കൊരു ഫേവർ ചെയ്തു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യം വന്ന പാർട്ടി AAP ആണ്, അല്ലാതെ കോൺഗ്രസോ അല്ലെങ്കിൽ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ തേജസ്വി യാദവിൻ്റെ പാർട്ടിയോ ഒന്നുമല്ല. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും കേജ്രിവാളിനൊപ്പമാണ് അണിനിരന്നത്. കേജ്രിവാളിനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത്. നമ്മളത് മനസ്സിലാക്കാതെ പോകരുത്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സാധാരണ വോട്ടർമാർക്കിടയിൽ സ്വാഭാവികം പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു നേതാവകത്ത് പോകുമ്പോൾ അങ്ങ് പറഞ്ഞ വിശാലമായ ഒരു ജനാധിപത്യ ചേരി സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി ഒന്നിച്ചു എന്നുള്ളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ വോട്ടേഴ്സിന്റെ ഇടയ്ക്ക് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി വിത്ത് ഡിഫറൻസ്, ഒരു നിഷ്പക്ഷ രാഷ്ട്രീയം, അഴിമതിരഹിത രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വന്ന സാഹചര്യത്തിൽ വോട്ടർമാർ സാധാരണ മനുഷ്യരാണല്ലോ, അവർ പോയി വോട്ട് ചെയ്യുന്നതിനകത്ത് വന്ന പ്രതിസന്ധിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അല്ല, അത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് വോട്ടർമാർക്കിടയിൽ അതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും ഉണ്ടാകും. കാരണം പല സ്ഥലങ്ങളിലും അത് അതേ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഈ അന്ന് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമായിട്ട് ചുരുക്കരുത് എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെച്ച പോയിന്റ്. അത് മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെയും ഒന്നിച്ചുള്ളൊരാവശ്യമായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആ സംഭവത്തെ ഒന്നാമത് നോക്കിക്കാണാൻ. പിന്നെ രണ്ടാമത് വിനോദ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, അതായത് ഞാൻ അഴിമതിക്കെതിരെ
എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം ഇല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് പുതിയൊരു കാലഘട്ടം. നമുക്കറിയാം, നമ്മൾ പണ്ട് 5 മിനിറ്റ് വീഡിയോ കാണുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജനിച്ച് ജീവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ യുവതലമുറ 30 സെക്കൻഡിനപ്പുറത്തേക്ക് ഒരു വീഡിയോ കാണുന്നില്ല അതുകൊണ്ടാണ് റീൽസൊക്കെ 30 സെക്കൻഡായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത്രയും ചെറിയ അറ്റൻഷൻ സ്പാനിലേക്ക് ഒരു ഒറ്റ മുദ്രാവാക്യം മാത്രം ഇട്ടിട്ട് ഉണ്ടായി വന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ യുവതലമുറയെ കൃത്യമായിട്ട് പ്രതിദാനം ചെയ്യുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പരിമിതിയും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. കാരണം ഒറ്റ മുദ്രാവാക്യവുമായി രംഗത്ത് വരുന്ന ഒരു പാർട്ടിക്ക് ആ മുദ്രാവാക്യത്തെ തളർത്തുന്ന ഒരു എതിർ പ്രവർത്തനം ഉണ്ടായാൽ അവർ തകർന്നു പോകും. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ മദ്യനയ കേസിനകത്ത് കൃത്യമായിട്ട് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ, തങ്ങളെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്ക് 100% കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്. കാരണം മദ്യനയത്തിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ അഴിമതി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് സംശുദ്ധരായിരിക്കുന്നു എന്നത് ഇന്ത്യയിലെ ജനതയെ ബോധ്യപ്പെടുത്താൻ ആ ഒരു നറേറ്റീവ് പുറത്തുവിടാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJPക്ക് കുറേ കൂടെ ശക്തിയുണ്ട്, കുറേ കൂടെ മൈറ്റുണ്ട്, കുറേ കൂടെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അതിനേക്കാൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, BJPയെ തോൽപ്പിക്കുന്ന ടെക്നോളജിയോടുകൂടി, BJPയെ തോൽപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസത്തോടുകൂടി രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമാണ് AAP. ആ AAPക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ സോഷ്യൽ മീഡിയ ആംസ് ഉണ്ടായിട്ടും, ഇത്രയും ശക്തമായ ഒരു സൈന്യം, സൈബർ സൈന്യം ഉണ്ടായിട്ടും കൃത്യമായിട്ട് ഈ മദ്യനയ കേസിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ശരിയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ശനിയാഴ്ച കിട്ടാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സിറ്റ് പോളുകൾ നൽകുന്ന വ്യക്തമായ സൂചനയനുസരിച്ച് BJPക്ക് ഡൽഹി പിടിക്കാൻ കഴിയുമെന്നാണ്. ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എടുത്തു പറയേണ്ടത് 2 എക്സിറ്റ് പോളുകൾ ഒഴികെ ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളിലും BJPക്ക് മുൻതൂക്കം പ്രവചിക്കുന്നു എന്നതാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഡൽഹിയിൽ AAPയെ അട്ടിമറിക്കുമോ BJP? അട്ടിമറിക്കുമെന്ന് 59% പ്രേക്ഷകർ, ഇല്ല എന്ന് 36%. അവസാനിക്കുകയാണ്. നന്ദി.